ഇത് റസീല രാജുവിൻ്റെ വീട്. ഇൻഫോസിസിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ റസീല കമ്പനിയുടെ പൂനെ ഓഫീസിൽ വെച്ച് ജനുവരി 29 അതിദാരുണമായി കൊല ചെയ്യപ്പെടുകയായിരുന്നു. കേസ് അന്വേഷിച്ച പൂനെ പോലീസ് സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ഗാർഡായ ബബൻ സൈക്കിയെ അറസ്റ്റ് ചെയ്തു. റസീലയോടുള്ള മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ബബൻ സൈക്യ നടത്തിയതാണ് ഈ കൊലപാതകം എന്നാണ് പോലീസ് ഭാഷ്യം. എന്നാൽ ഇതേക്കുറിച്ച് റസീലയുടെ വീട്ടുകാർക്ക് പറയാനുള്ളത് വേറെ ചിലതാണ്. അവള് നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. ആദ്യം ബേസിക് അവിടെ നവജ്യോതി സ്കൂളിൽ പഠിച്ചു. അതിനുശേഷം KV1 സ്റ്റിൽ ആണ് പഠിച്ചിരിക്കുന്നത്. അവൾ പൊതുവെ നല്ല ക്യാരക്ടറായിരുന്നു. പഠിക്കാൻ നല്ല ഒരു ഇതുള്ള കുട്ടിയായിരുന്നു. കുറച്ച് നേരത്തേക്ക് 2 മിനിറ്റ് ദേഷ്യപ്പെടുന്നതും കൂടിയിട്ട് പിന്നെ അവളെ മറന്നിട്ട് നല്ലൊരു പഴയ പൊസിഷനിലേക്ക് വരുന്ന ഒരു കുട്ടിയായിരുന്നു. നല്ലൊരു കാം സ്വഭാവമായിരുന്നു. പിന്നെ എന്താ അവളുടെ അമ്മയായിട്ട് അവൾക്ക് വളരെ നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അമ്മ പോയതിന് ശേഷം അമ്മയുടെ ആ വേർപാട് വല്ലാതെ അവൾ ഇതാക്കിയിരുന്നു. ഓഫീസിലോ സുഹൃത്ത് വലയത്തിലോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി റസീല പറഞ്ഞതായി അധികമാരും ഓർക്കുന്നില്ല, ചില കാര്യങ്ങൾ ഒഴികെ. നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു വിഷമം അവൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഫോണിൽ വിളിക്കുമ്പോൾ പറയായിരുന്നു ഇങ്ങനെ. ഇപ്പോൾ പൂനെയിൽ ജോലിക്ക് ജോയിൻ ചെയ്തതിന് ശേഷവും ഇടയ്ക്ക് വിളിക്കുമ്പോൾ ഇങ്ങനെ പറയായിരുന്നു, നാട്ടിലേക്ക് ട്രാൻസ്ഫറിന് ശ്രമിക്കുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കണം, അവിടേക്ക് വരാനാണ് എനിക്ക് ആഗ്രഹം, നാട്ടിലല്ലെങ്കിൽ ബാംഗ്ലൂർ, അടുത്ത് ഏതാ വെച്ചാൽ ട്രാൻസ്ഫർ കിട്ടുന്ന സ്ഥലത്തേക്ക്. ഷി വാസ് വെരി എക്സൈറ്റഡ് വെൻ ഷി ഗോട്ട് ഇൻ ഇൻഫോസിസ്. അതെനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ അവള് ഈ അടുത്ത് പിങ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നെ കുറച്ച് കാലം മുന്നേ. ലൈക്ക് അവള് ബാംഗ്ലൂരേക്ക് പൂനെന്ന് വരികയാണ്, ബിക്കോസ് അവൾക്ക് മടുത്തു പൂനെ. ബാംഗ്ലൂരേക്ക് ട്രാൻസ്ഫർ മേടിക്കാൻ അവൾ മാനേജറിൻ്റെ അടുത്ത് പറയുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നായിരുന്നു. കൺഫർമേഷൻ കിട്ടും, ഉറപ്പായിട്ട് വരാം, കാണാം, നമുക്ക് എവിടെയെങ്കിലും പോകാം എന്നൊക്കെ പറയായിരുന്നു. ചേച്ചി 4:35 ആയപ്പോഴാണ് എന്നെ വിളിച്ച്. ഒരു 20 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമാശ പറയുകയും ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര പ്രശ്നമുള്ളതായൊന്നും തോന്നിയില്ല. ഈ ബാംഗ്ലൂരിലോട്ട് ട്രാൻസ്ഫർ തരാത്തതിന് നല്ല വിഷമമുണ്ട്. ആ ഒരൊറ്റ കാര്യമാണ് ഇപ്പം വിളിക്കുമ്പോൾ പറയുക, ട്രാൻസ്ഫർ തരാമെന്ന് പറഞ്ഞിട്ട് തരുന്നില്ല, എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, എല്ലാവരും ആശിപ്പിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ സെക്യൂരിറ്റീനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. മാനേജറെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. അയാൾ അത്ര ശരിയായി തോന്നിയില്ല ചേച്ചിക്ക്. എല്ലാവരും അയാളെ ചൊൽപ്പടിക്കുന്ന ചേച്ചീനെ അതിന് കിട്ടൂല എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ചേച്ചി എല്ലാവരും ഇടയിൽ വെച്ചിട്ട് എന്തോ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. പിന്നെ 4:55 വരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ചേച്ചി എന്നോട് സംസാരിച്ചിരിക്കണം എന്നുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോഴാണ് ആരോ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്ത് പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വെച്ചത്. ആരോ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി ചേച്ചി പിന്നെ വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കണക്ട് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. മാനേജറെ കുറിച്ച് ഇത്രയേറെ പരാതികൾ റസീല പറഞ്ഞിട്ടുണ്ടെന്ന് വീട്ടുകാരും സുഹൃത്തുക്കളും പോലീസിനെയും കമ്പനി മേധാവികളെയും അറിയിച്ചെങ്കിലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. ഇതിനെല്ലാം ഉത്തരം പറയേണ്ട കമ്പനി അധികൃതരാവട്ടെ ഇക്കാര്യത്തിൽ മൗനം പുലർത്തുകയാണ്. ഈ മാനേജർ അതായത് കൊലീഗ്സിനെയും ഇവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊലീഗ്സിനെ അതായത് ഔട്ടിങ്ങിനും റെസ്റ്റോറൻറ്റിലെല്ലാം പോകാൻ വിളിക്കുന്ന സമയത്ത് ഇവൾ റിഫ്യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ അപ്പോളെ ഇവളെ പറ്റി കൊലീഗ്സിൻ്റെ അടുത്ത്, അതായത് അവളെ ഫ്രണ്ട് തന്നെ ഇവളോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോട് പലപ്പോഴും അയാൾ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് കൂടെ വരാൻ പറ്റുമെങ്കിൽ എന്താണ് എന്താ പറയുക, ഒരു ബോസി ക്യാരക്ടറാണോ, അങ്ങനെ രീതിയിലുള്ളൊരു സംസാരം ഉണ്ടായിരുന്നു. എപ്പോഴും പറയുമ്പോൾ മാനേജറെ പറ്റി അവൾ ഒരു വെറുപ്പോടെ സംസാരിക്കുക. അവളെന്ന് വെച്ചാൽ ഒരാളോടും അങ്ങനെ വെറുപ്പോ ദേഷ്യമോ അങ്ങനെ തോന്നുന്നൊരു കുട്ടിയില്ല. അത്രയും സഹിക്കാൻ പറ്റാതെ ആയാൽ മാത്രമേ അവൾക്ക് ഇങ്ങനെ തോന്നാറുള്ളൂ. അപ്പം അത്രയും ഒരു ക്രൂവൽ ക്യാരക്ടറാണെന്ന് പറയാം അയാളുടേത്. അത് എനിക്ക് തീരെ വിശ്വസിക്കാൻ പറ്റാത്ത സെക്യൂരിറ്റി തന്നെ അയാൾ സ്റ്റെയർ ചെയ്തപ്പം അയാൾക്ക് അതുകൊണ്ട് ദേഷ്യം വന്നിട്ടാണ് ഇങ്ങനെ ആക്കിയത്. എന്നിട്ട് സ്റ്റെയർ ചെയ്തുകൊണ്ട് ഇവള് കംപ്ലൈന്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ്. അവൾ ഒരിക്കലും അങ്ങനത്തെ ഒരു കുട്ടിയല്ല. ഇങ്ങനെ ഒരാൾ സ്റ്റെയർ ചെയ്യുമ്പോൾ ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്ന് പറയുന്ന കുട്ടിയല്ല. ആരോപണങ്ങൾ മുറുകുന്നതിനിടെ കേസന്വേഷണത്തിൽ ഇടപെടണമെന്ന് റസീലയുടെ സഹപാഠികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടിരുന്നു. തുടർന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് മഹാരാഷ്ട്ര പോലീസുമായി ബന്ധപ്പെട്ട് വേണ്ടത് ചെയ്യാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. റസീലയുടെ വീട്ടിലെത്തിയ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രശ്നം മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ ഉള്ളൊരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോറിൽ അവൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പം ഒബ്വിയസ്ലി അത്
ഒബ്വിയസ്ലി അത് ഭയങ്കര ഇൻസെക്യൂറാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. അയാൾ ഇത്രയും ചെറിയൊരു കാര്യത്തിന് ഇങ്ങനെ ഒരാളെ ഇതാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്തായാലും കാണും. അത് ഒന്നും ബാക്കി വെക്കും കൂടി ചെയ്യാത്ത രീതിയിലായിപ്പോയി. ഫ്യൂണറൽ അവളെ കാണാൻ വേണ്ടി പോയപ്പം എപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, എപ്പോഴും എനിക്ക് ഇവളുടെ മുഖം പോലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു അവളുടെ മുഖം ഉണ്ടായിരുന്നു. അവൾ അത്രയും ബ്രൂട്ടലായിട്ട് അവളെ ചെയ്ത്, ഇത്രയും പാട് ബ്രൂട്ടലായിട്ട് അവളെ കൊല്ലാൻ വേണ്ടി ഇത്രയും പാട് എന്തിനാ ഇതാക്കിയെന്ന് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരുന്നു എനിക്ക് അതുകൊണ്ട് ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയും അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഗ്രൂപ്പൊക്കെ തുടങ്ങി. നമ്മൾ ഫേസ്ബുക്ക് പേജിലും ഓൺലൈൻ പെറ്റീഷനും PM-നൊക്കെ നമ്മൾ ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ റസീലയുടെ കൊലപാതകം തേച്ചു മായ്ച്ചു കളയാൻ വൻ ശക്തികളാണ് പ്രവർത്തിക്കുന്നതെന്നും അതിനാൽ CBI പോലൊരു ഏജൻസി കേസ് അന്വേഷിക്കണമെന്നുമാണ് റസീലയുടെ വീട്ടുകാർ ആവശ്യപ്പെടുന്നത്. പൂനെയിലെ മലയാളി സംഘടനകളും റസീലയുടെ സഹപാഠികളും സുഹൃത്തുക്കളും അങ്ങനെ വളരെ കുറച്ച് പേർ മാത്രമാണ് നീതി തേടിയുള്ള ഈ പോരാട്ടത്തിൽ കുടുംബത്തിനൊപ്പമുള്ളത്. അകാലത്തിൽ പൊലിഞ്ഞുപോയ തങ്ങളുടെ കുട്ടിക്ക് നീതി കിട്ടാനായി കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഈ കുടുംബം. ആളൂരിനെ പോലത്തെ ഒരാൾ കേസ് ഏറ്റെടുക്കുമ്പോൾ അപ്പോൾ നമുക്ക് പറയും ഇത് കമ്പനി ഇതിൻ്റെ അത് ഇൻവോൾവ് ആണ് 100% ഗ്യാരണ്ടി. കാരണം വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീൻ്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ ദരിദ്രനാണ്. ഇത്രയും ആൾ ഒരു ക്രിമിനലായിട്ട് യാതൊരു കുറ്റം അയാൾ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇത്രയും സാമ്പത്തികം കൊണ്ട് ആളൂരിനെ പോലത്തെ ഒരാൾക്കാരൻ പൈസ കൊടുത്തെങ്ങാനും കേസ് വാദിച്ച് ജയിക്കാനുള്ള അങ്ങനെ സാമ്പത്തിക ശേഷി ഇദ്ദേഹത്തിനില്ലാനും. അപ്പോൾ ഇതിൽ പിന്നിൽ ശക്തി ഇൻഫോഴ്സ് ഉണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ഞങ്ങൾ പൂർണ്ണമായിട്ടുണ്ട്. ആളൂരാണ് ഇവളുടെ അഗെയിൻസ്റ്റ് നിൽക്കുന്നതെന്ന് അതോടെ ആകെപ്പാട് ഷോക്കായി. ഒരു അടുത്തൊരു ജിഷ പോലെ ഇവളുടെ കേസും ഒന്നുമില്ലാണ്ട് ആവുമോ എന്നുള്ളൊരു ഇതുണ്ട്. കേസ് ഒരു വിട്ടുവീഴ്ചയല്ല, കേസിൻ്റെ രീതിയിൽ തന്നെ പോവും. ഇനി ഇപ്പം പ്രതിഭാഗം വക്കീലിപ്പം ആളൂർ എന്ന് കേട്ട് അപ്പം ഞങ്ങളിതിനേക്കാളിലും വലിയ ആൾ പ്രതീക്ഷ, കാരണം ഇത്രയും വലിയ മൾട്ടിമീഡിയ കമ്പനിയാണല്ലോ. അപ്പോൾ ഇതിനേക്കാളും വലിയ ആൾ വെച്ചാൽ ഇനിയിപ്പം എക്സ്ട്രീമെൻറ്റിൽ ആര് വന്നു കഴിഞ്ഞാലും ഒരു പ്രശ്നമില്ല, കേസിൻ്റെ രീതിയിൽ പോവും. ഇത് എന്തായാലും മാനേജർ ഇതിലുണ്ട് എന്നുള്ള ഇത് പൂർണ്ണമായിട്ട് ഞങ്ങൾക്കറിയാം. ഇനി മാനേജർ ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. മാനേജ്മെൻറ്റിൻ്റെ ലെവലും കൂടി ഞങ്ങൾക്കറിയണം. കാരണം മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണ് ഇതിൻ്റെ ബാക്കിലുള്ളതെന്ന് വെച്ചാൽ അത്രയും ബ്രൂട്ടലായിട്ടാണ് എൻ്റെ പെങ്ങൾ കൊല്ലപ്പെട്ടത്. ഈ ഒരു സാഹചര്യം ഒരു അച്ഛനും ഒരു കുടുംബത്തിനും ഒരു ഏട്ടനും ഉണ്ടാകാൻ പാടില്ല. റസീലയെ പോലെ നിരവധി പെൺകുട്ടികൾ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നുണ്ട്. ഇവരുടെയൊക്കെ മാതാപിതാക്കളുടെ ആശങ്കകൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കേസന്വേഷണവുമായി മുമ്പോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ റസീലയ്ക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നാട്ടുകാരും.